ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജൂൺ മാസം 18-ാം തീയതി വ്യാഴാഴ്ച, മിഥുന മാസത്തിലെ 30 വ്യാഴമാണ്. എന്താണ് ഈ 30 വ്യാഴത്തിന്റെ പ്രത്യേകത? എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് എല്ലാ മലയാള മാസവും ആദ്യം വരുന്ന വ്യാഴാഴ്ചയാണ് 30 വ്യാഴം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ മിഥുന മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ് ജൂൺ 18-ാം തീയതി വരുന്നത്. ആ ദിവസം മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് വിശ്വാസം. വ്യാഴാഴ്ച ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത, അതായത് വ്യാഴാഴ്ച വ്രതം എടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ആളുകളൊക്കെ തന്നെ ഈ 30 വ്യാഴാഴ്ച ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, അന്നേ ദിവസം വ്രതത്തിലിരിക്കുന്നത് ഒക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഇപ്പോൾ ഈ ജാതകത്തിൽ നമ്മൾ ഒരുപാട് ജ്യോതിഷന്മാരൊക്കെ അറിഞ്ഞതനുസരിച്ചിട്ട് പല നക്ഷത്രക്കാരുടെയും വ്യാഴം മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ആ ഒരു ദോഷം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ 30 വ്യാഴാഴ്ച വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഒക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. വ്യാഴം അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ആളുകളും ഭഗവാന്റെ കാരുണ്യം നമുക്ക് അതിൻ്റെതായ അർത്ഥത്തിൽ പൂർണ്ണമായും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ 30 വ്യാഴാഴ്ച ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഈ ദിവസം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിദ്യാലാഭം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമുക്ക് ഉയർച്ചയുണ്ടാകുന്നു എന്നാണ് വിശ്വാസം. നമ്മൾ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ തന്നെ, സാമ്പത്തിക ലാഭം മുൻനിർത്തി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ തന്നെ വിജയത്തിൽ എത്തിച്ചേരും എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഉദ്യോഗ ലാഭം ഉണ്ടാകുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. ഉദ്യോഗത്തിൽ ഉയർച്ച ലഭിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. രോഗങ്ങൾ മാറുന്നതിന് ഈ ദിവസം ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലും ഐശ്വര്യം നൽകുന്ന ഒരു ദിവസമാണ് ഈ 30 വ്യാഴം എന്ന് പറയുന്നത്. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കുക, അതുപോലെ തന്നെ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നിരന്തരം ജപിക്കുക, നാരായണായ നാരായണായ എന്ന് നിരന്തരം ജപിക്കുക, നമുക്കറിയാവുന്ന എല്ലാ നാമങ്ങളും ജപിക്കുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇങ്ങനെ മഹാവിഷ്ണുവിന് പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും, തുളസീദേവിയെ പ്രാർത്ഥിക്കുന്നതും, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും, അസുഖങ്ങളുള്ള ആളുകൾ, വളരെ കാലമായി നമ്മൾ പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രോഗമുണ്ടാകും, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒരു രോഗനിർണയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, ഭാവിയിൽ നമുക്ക് അങ്ങനെ ഒരു പേടിയൊക്കെയുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അതായത് അസുഖം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു പേടിയോ ഭയമോ, അതുപോലെ തന്നെ ഇപ്പോൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളോ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ തന്നെ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പൊ ആരോഗ്യം ഉണ്ടാകുന്നതിന്, സമ്പത്ത് ഉണ്ടാകുന്നതിന്, വിദ്യ ഉണ്ടാകുന്നതിന്, നല്ല ഉദ്യോഗം ലഭിക്കുന്നതിന്, ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനൊക്കെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഈ 30 വ്യാഴം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭഗവാന് ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. 30 വ്യാഴ ദിവസം, അതായത് 3 മലയാള മാസത്തിലെ 30 വ്യാഴ ദിവസം അടുപ്പിച്ചിട്ട് നമ്മൾ ഉപവസിക്കുന്നതും അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. നമ്മുടെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അങ്ങനെ ചെയ്താൽ മാറും എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ വ്യാഴം മറഞ്ഞിരിക്കുന്ന ആളുകൾ, അതായത് നമ്മൾ പൊതുവെ പറയും ഇവരെത്ര കഷ്ടപ്പെട്ടാലും ഇവർ കഷ്ടപ്പെടുന്നതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്നില്ല എന്ന് പറയും. എന്നിട്ട് ജ്യോതിഷികളൊക്കെ നോക്കിയിട്ട് പറയും ഈ ജാതകത്തിൽ വ്യാഴം അത്ര അനുകൂലമല്ല, വ്യാഴത്തിന്റെ സ്ഥിതി മറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബലമില്ലാതെ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന
ഇങ്ങനെയൊക്കെ നോക്കുന്ന പല ജാതകങ്ങളുമുണ്ട്, കാണുന്ന ജാതകങ്ങൾ. അപ്പം അങ്ങനെയുള്ള ആളുകൾ, അതായത് നമ്മൾ എന്നും ഈ പാടും ദുരിതവും, നമ്മൾ പറയത്തില്ല എത്ര കാലമായി ഞാൻ ഈ ദുരിതം അനുഭവിക്കുന്നു, ജനിച്ചപ്പം മുതൽ ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് എനിക്ക് ഒരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല, എന്നും കഷ്ടപ്പാടും ദുരിതവുമാണ് പലതരത്തിൽ എന്ന് നമ്മൾ പറയും. ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ മനുഷ്യർ കടന്നു പോകും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ മഹാവിഷ്ണുവിൻ്റെ പ്രീതി ലഭിക്കുന്നതിനും നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാകുന്നതിനും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതിനും ഒക്കെ തന്നെ ഈ 30 വ്യാഴം ദിവസം നോക്കിയിട്ട് ആ ദിവസം നമ്മൾ ഒരിക്കലുണ്ട് ആ രീതിയിൽ നമുക്കിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഏകാദശി എടുക്കുന്നത് പോലെ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പൂർണ്ണമായി ഉപവസിക്കാം. എന്തായാലും നോൺ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മിതമായ ആഹാരത്തിൽ ഇരുന്നു കൊണ്ട് സർവേശ്വരനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഐശ്വര്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കുമെന്നുള്ള കാര്യവും പ്രത്യേകമായി ഓർക്കുക. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.